അഭിനയ രംഗത്ത് നിന്ന് മാത്രമല്ല ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞ നമ്മുടെ ചില പ്രിയപ്പെട്ട താരങ്ങൾ. രേഖ മോഹൻ മാറ്റ സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി. ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മായമ്മ എന്ന കഥാപാത്രമായി മലയാളി മനസ്സിൽ കയറിക്കൂടിയ ഈ താരം നവംബർ 12-ന് സ്വന്തം ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. താരം ആത്മഹത്യയാണ് ചെയ്തതെന്ന് ആദ്യം റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ഹാർട്ട് അറ്റാക്ക് ആകാമെന്നാണ് തെളിഞ്ഞത്. സബർണ ആനന്ദ് ഏഷ്യാനെറ്റിലെ ഹരിചന്ദനം, മഴവിൽ മനോരമയിലെ മായാമോഹിനി എന്നീ പരമ്പരയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ തമിഴ് സീരിയൽ നടിയാണ് സബർണ. മായാമോഹിനി എന്ന സീരിയലിൽ ആൺവേഷം കെട്ടിയ സബർണയെ ആർക്കും മറക്കാൻ സാധ്യമല്ല. 2016 നവംബർ 12-ന് സ്വന്തം അപ്പാർട്ട്മെന്റിൽ വെയിൻ കട്ട് ചെയ്ത് മരിച്ച നിലയിലാണ് താരത്തെ കണ്ടെത്തിയത്. ശരത് കുമാർ ഓട്ടോഗ്രാഫ്, ചന്ദനമഴ, സരയു എന്നിങ്ങനെ നിരവധി സീരിയലുകളിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമായിരുന്നു ശരത് കുമാർ. ഓട്ടോഗ്രാഫ് സീരിയലിലെ 5 ഫിംഗേഴ്സിൽ ഒരാളായ ശരത്തിനെ ആർക്കാണ് മറക്കാൻ കഴിയുക? ഒരു പരമ്പരയുടെ ഷൂട്ടിങ്ങിനായി കൊല്ലത്തേക്ക് പോകും വഴി ശരത്ത് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഒരു ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് ഈ കൊച്ചു കലാകാരൻ നമ്മെ വിട്ടു പോയത്. 2015 ഫെബ്രുവരി 26-നായിരുന്നു അപകടമുണ്ടായത്. മയൂരി ആകാശഗംഗ എന്ന സിനിമയിലെ യക്ഷിയായും സ്ത്രീ, കടമുറ്റത്ത് കത്തനാർ എന്ന പരമ്പരകളിലൂടെയുമൊക്കെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് മയൂരി. ചെന്നൈ അണ്ണാനഗറിലുള്ള സ്വവസതിയിൽ വച്ച് ഈ താരം 2005 ജൂൺ 16-ന് ആത്മഹത്യ ചെയ്തു. സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയിലൂടെയായിരുന്നു മയൂരിയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം. ശില്പ ചന്ദനമഴ, പ്രണയം, സൗഭാഗ്യവതി എന്നീ സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ശില്പ. സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും എന്ന സിനിമയിൽ നായികയായ ശില്പയെ മറക്കാൻ ഒരു മലയാളിക്കും കഴിയില്ല. +2 വിദ്യാർത്ഥിയായിരുന്ന ശില്പയുടെ മരണം ദുരൂഹമായിരുന്നു. 2015 ജൂലൈ 21-ന് കരമനയാറ്റിലെ മരുതൂർ കടവിൽ നിന്നാണ് ശില്പയുടെ മൃതദേഹം കണ്ടെത്തിയത്.